എന്നിട്ട് ഈ സാധനം പിടിച്ച് ഞെക്കി, ഈ രണ്ടെണ്ണം പിടിച്ച് ഞെക്കി. അങ്ങനെ തന്നെ. എന്നിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. എൻ്റെ പെരുന്നാൾ ഡ്രസ് പെരുന്നാൾ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതല്ല വിറ്റ് ആയിസമ്മ ഇവിടെ വന്ന് വൈമന്ന് നടക്കാനാവില്ല പറഞ്ഞ് തിരിച്ചു പോവാ. തിരിച്ചു പോണോ? ഒരു ഒരുത്ത പടകം പൊട്ടിച്ചു പോലെ. Hey kid, don't ever let them get inside your head. പടകൊക്കെ കൊണ്ടുവന്നിട്ട് പക്ഷെങ്കിൽ പൊട്ടാത്ത പടകായി പോയി കൊണ്ടുവന്നത്. മൂന്നാമത്തെ പടകാണ് ഇപ്പം പൊട്ടെന്ന് വിചാരിച്ചു കുത്തിരിക്കണത്. പൊട്ടുന്നില്ല. ഇവന്റെ വകാണ് ഈ കറുപ്പിട്ടോണ്ട് ഓന്റെ വകാണെന്ന് പെരുന്നാക്ക് പടകം വാങ്ങിയത്. പൊട്ടാത്ത പടകം വാങ്ങിക്കൊണ്ടത് എന്തിനാ മോനെ? ഈ ഏതിലൊന്നും പൊട്ടുവോ? രുചിപ്പോയി. എന്തായാലും 4-5 ഇപ്പൊ കത്തിക്കാൻ നോക്കുന്നത്. അതൊന്നും പൊട്ടുന്നില്ല. എന്താ കേസില് നമ്മള് എവിടെ പോയി? നമ്മളെ പപ്പ എവിടെ പോയി? അപ്പ പൊട്ടു. ഒന്നും പൊട്ടു. എല്ലാത്ത കഥ തന്നെ. അവളെ കാവലിരുന്നപ്പം പൊട്ടു. ഐസ പടകം പൊട്ടുന്നേ. വാ വാ, അനക്ക് പേടിയാണ്. അയ്യേ, പേടിക്കാൻ പറ്റോ? അങ്ങനെ പേടിക്കാൻ പറ്റോ? വാ കടായിലേക്ക് വാ. എങ്ങോട്ട്? എങ്ങോട്ടാ പോട്ടെ? നിങ്ങളിവിടെ പടകൊക്കെ കുറെ കഴിഞ്ഞിട്ട് എപ്പം പൊട്ടി കണ്ടോ? അതും പൊട്ടില്ല, അതും പറ്റില്ല. അയ്യേ, ഒന്നും ചെയ്യാനില്ല. അതവിടെ കൊണ്ടേ കൊടുക്കുക. ഒന്നും പൊട്ടുന്നില്ല. ഇപ്പം കഴിച്ച് നമ്മുടെ പപ്പക്കൂട്ടൻ വന്നിരിക്കുന്നു. അവിടെ പടകം പൊട്ടിയില്ല. എത്രണ്ണോ ചീറ്റി പോയിക്കുന്നത്. ആ പറമ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്ന്. ആ അവിടെ മരുന്നുള്ള പാത്രം കാത്തിയാടാ വന്നത്. ഒരു പടകം പൊട്ടിച്ചു. ചേതം വന്ന പടകാണ് വാങ്ങിക്കൊണ്ടുവന്നത്. 4 മുറ്റത്ത് കിടക്കുന്നുണ്ട് പൊട്ടിക്കാണ്ട്. വലിച്ചു തരണത് പൊട്ടാത്തുണ്ട് കൊറേ എണ്ണം മുറ്റത്ത്. തിരിച്ചു കേട്ടോ. പൊട്ടില്ല തിരിച്ചു നോക്കിട്ടോ. നല്ല മണം അടിക്കുന്നുണ്ട്. കരിഞ്ഞ മണം. പൊട്ടിക്കണ്ടോ? പടക്കം പൊട്ടിക്കണ്ടോ? ഓക്ക് പേടി. എച്ചിലേക്ക് റൂമിൽ പോവാണെന്ന്. എടാ അയ്യ പൊട്ടിക്കണ്ട. എടാ ഇതിന്റെ മോളിട്ട് കത്തിക്കടാ. പേടി. എവിടത്തേക്കാ പോയത് പഠിച്ചോ? എടാ ലൈൻ ഇട്ടാ അവിടെ. എല്ലാ കരച്ചിലാണ്. ഇങ്ങോട്ട് വാ. ഓക്ക് പേടിച്ചിട്ട് എസിലി നല്ല പേടിത്തൊണ്ടെത്തിയാട്ടോ. അപ്പൊ ഈദ് മുബാറക്കിന് വലിയൊരു ഉഷാറില്ല. കാരണം പറസൊന്നൽ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി പടകം കിണ്ടല് എന്തെങ്കിലും ബോംബൊക്കെ ഇട്ട് പൊട്ടിക്കണോന്നൊക്കെ പറഞ്ഞു. ബോംബ് പൊട്ടിക്കണം,
പിന്നെ അതേപോലെ മൈലാഞ്ചി ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അതൊന്നും നടന്നില്ല. ഇന്നലെ ഇറച്ചിക്ക് വരി നിൽക്കാൻ പോയിട്ട് 12 മണി അങ്ങനെ പോയി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ജാബി ഉറങ്ങിപ്പോയി. അതാണ് സംഭവം. സത്യം സത്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനെക്കൊണ്ട് ഈ കളവ് ഞാൻ ഇവിടെ വിശ്വസിക്കുന്നു. സ്പെഷ്യല് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറിക്ക്. കാരണം പണി ഓവറാണ്. ഇത്തിരി എനിക്ക് വയ്യും താനും പിന്നെ ഉമ്മക്ക് കുറച്ച് വയ്യായി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേഗം നെയ്ച്ചോറും കോഴി ചിക്കൻ സ്റ്റൂവും വെച്ച് പിന്നെ പയ്യോളി ചിക്കൻ പൊരിച്ചതും പിന്നെ തൈര് പപ്പടം അങ്ങനെ. ഈ ചിക്കൻ പൊരിച്ചില്ല, ചിക്കൻ്റെ പരിപാടിയും കൂടി. ബീഫ് വരട്ടിയിട്ടില്ല, അത് കുറച്ച് പണിക്ക് വയ്യ പണിയെടുക്കാൻ. അതിനെ കൊണ്ടാണ് ഞാൻ ബീഫൊക്കെ അവിടെ തന്നെ വെച്ചത്. അപ്പോൾ ഇവിടെ അൻസിലെ മീയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറെ കാണാം. ആദ്യം കോസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കാൻ മറന്നു. നൈറ്റ് എങ്ങനെ ഉണ്ട്? നല്ല രസമില്ലേ കാണാൻ? കമന്റ് നൈറ്റ് രസം ഉണ്ടെങ്കിൽ പിന്നെ ആയിസമ്മന്റെ നൈറ്റിന്റെ ഇങ്ങനെ നല്ല രസമല്ലേ? ആ ഫ്രണ്ടിലൊക്കെ നല്ല സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇത് ഇവിടെ ഇങ്ങനെ ചുട്ടില് വെക്കണാണിത്. ചുട്ടിലൊക്കെ എന്നിട്ട് പാട്ട് കേൾക്കും. എന്നിട്ട് ഇങ്ങനെ പിയും പിയും അങ്ങനല്ല. അങ്ങനെ തന്നെ അമ്മ. എന്നിട്ട് ഈ സാധനം പിടിച്ച് ഞെക്കി, ഈ 2 പിടിച്ച് ഞെക്കി. അങ്ങനെ തന്നെ. എന്നിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. എന്റെ പെരുന്നാൾ ഡ്രസ് പെരുന്നാൾ എങ്ങനെ ഉണ്ട്? മനസ്സിലതാക്കുന്ന ഇവിടെ ഐസുവിന് പായസം കൊടുക്കുന്നുണ്ട്. അൻസിന്റെ നൈറ്റ് എങ്ങനെയുണ്ട്? ആ നൈറ്റ് ഇരുത്തത്തെ കണ്ടിനെ വിളിച്ചത് ഞങ്ങള് വേറെ പൊടി ഇല്ലാണ്ടാണ് വേറൊരാള് പകുതി എടുത്താൽ മതി വരും. കുപ്പായൊക്കെ എന്നെ ഇട്ടെടുത്തതാ. ഞാനൊന്ന് അങ്ങോട്ട് പോയ സമയത്ത് എല്ലാം ഊരിട്ടാഞ്ഞത്. അത് ഏതാ സാധനം? അൻസും പീടിയയിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒരിപ്പം വരും. പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു പള്ളിയിലൊക്കെ പോയി വന്ന് ഒരു 1:30 മണിയാകുമ്പോഴത്തേനും ഇവിടെ ഒരു ലോഡ് ആൾക്കാരൊക്കെ വരും. അതെ, ഒരു ലോഡ് ആൾക്കാർ വരും. ആ ചോറിട്ടെന്ന് ബാക്കി വന്ന നിങ്ങളെ ഞാൻ തല്ലി ഞാൻ കൊല്ലും. നിങ്ങൾ പറയണ അത്രയും ചോറും കറിയൊക്കെ ഇവിടെ വെച്ച്. അൻസിലന്റെ വീട്ടിൽ നിന്ന് കുറെ ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട്, ജാബിന്റെ വീട്ടിൽ നിന്ന് കുറെ ആള് വരും എന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയാണ് ജാബി ഫുഡൊക്കെ ബാലൻസ് വരിക? ബാലൻസ് ഉണ്ടാവരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്ര മൈലാഞ്ചി ഇട്ടോണ്ട എനിക്ക്. മൈലാഞ്ചി ഇട്ടോണ്ട് എന്റെ കൈ കണ്ടില്ല അങ്ങനെ ആയിക്കെടുക്കണ്. മര്യാദക്ക് മൈലാഞ്ചി ഇട്ടോ. ഞങ്ങളെ മെഹന്തി ആർട്ടിസ്റ്റ് ഇന്നലെ പറ്റിച്ചു. ഒരു കേക്കണ്ട, ഇങ്ങളെ തല്ലി കൊല്ലും. തിരിച്ചും പോകും. പിന്നെ ഇറച്ചി വാങ്ങണ്ടേ നമുക്ക്? ഇറച്ചിന്റെ വരി കണ്ട് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് പേടിച്ചോടി പോന്ന്. 2ാമത്തെ സ്ഥലത്ത് പോയി നോക്കുമ്പോ ആടെയും വരി. വീടിന് 7 വരി ഇറച്ചി. കാലിന്റെ കുറവൊക്കെ കഴിച്ചെങ്ങാൻ ഞാൻ തൂക്കിയിട്ടേ ഉള്ളൂ. ആടെ ഈച്ച നിൽക്കും പോലെ ജനങ്ങളും. അപ്പൊ അതാ ഞങ്ങളെ നീ പീടിയെ പോയി വന്നിട്ടുണ്ട്. എങ്ങോട്ട് നിക്ക്? മൂലക്കണക്ക് നിക്ക്. പപ്പയടാ ആത്തുണ്ട്. ഓക്കെ, ക്ഷീണത്തിൽ കിടന്നുറങ്ങിക്കും. ഓനെയും കൂടി വന്നിട്ട് കാണിച്ചു തരട്ടാ. ഇപ്രാവശ്യത്തെ പെരുന്നാള് ഞങ്ങൾ അണ്ണനോട് ഞാൻ പറഞ്ഞു ഈ പാൻറ്റെല്ലാം വേറെ മറ്റേ പാൻറ് സ്കിന്നി പാൻറ്റേ ഇടുള്ളൂ. ഈ പ്രാവശ്യം എന്തായാലും ഒരു മാറ്റം വേണം. ഇച്ചാതി ലുക്കാണ്. മറ്റേ കഴിഞ്ഞിട്ട് വേണത് അപ്പൊ എല്ലാരും പെരുന്നാക്കോടി ഇതൊക്കെ വില പെരുന്നാക്കോടി ഇതാ 2ാമത് കാണിച്ചു. ഇനി ഞങ്ങളുടെയൊക്കെ പെരുന്നാക്കോടി ഉണ്ടായി ഞങ്ങള് മാറ്റിയിട്ട് കാണിച്ചത്. ആഷിക്കാക്ക് കണിപ്രാവശ്യം എത്ര പാന്റ് എത്ര എന്താ ഷർട്ട് ഉണ്ടെന്നോ. ആ ടോപ്പ് അന്നാളെ തോന്നോക്കണോ. ഉച്ചക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതാദ്യം ചോറ് പോവാട്ടോ. അപ്പൊ നെയ്ച്ചോറൊക്കെ സ്പെഷ്യല്. നെയ്ച്ചോറ് ചിക്കൻ സ്റ്റൂ ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ കൊല്ലത്തെ പെരുന്നാളിനും നമ്മളെ വീട്ടിൽ നെയ്ച്ചോറ്. ഇതൊന്നൊരു മോചനമില്ല. അല്ല എളുപ്പപ്പണി നമുക്ക് നെയ്ച്ചോറ്. ഈ 2 മക്കളെ വെച്ച് സമ്മതിക്കൂല. അതിനെ കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത്. മക്കളിപ്പോ അത് 3 കൊല്ലത്തിന് ശേഷം അല്ല, അതിന്റെ മുന്നേ എന്തായാലും പണി. അതിന് മുന്നേ ഞാൻ വയ്ക്കുന്നത് നെയ്ച്ചോറും കൂടി ഫസ്റ്റത്തെ പെരുന്നാളാക്കി
അപ്പൊ ഏതായാലും നാട്ടില് കോഴി പൊരിച്ചൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് അല്ല. ആദ്യം ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് നോക്കി ഫുള്ളായി തീർന്നു പോയി. ഇപ്പൊ രണ്ടാമത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വരുന്നവർക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഉള്ളി മുറിച്ചിട്ട് നമ്മൾ ആവശ്യം കാട്ടോ പ്രത്യേകം വലിയ പറയണം. കൈകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചത്. എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളി തരൂല. എന്നപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടൂറ് പോകുന്നുണ്ട്. ഊട്ടിക്കാണോ അതല്ല കൊടൈക്കനാലിലേക്കാണോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങളൊന്ന് ഡ്രോസ് ഇട്ട് നോക്കൂ എന്നിട്ട് ഏടാണോ അറിയുന്ന ആളെ. ഓക്കെ ബീഫ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് മൊയിലാഞ്ഞിട്ട് തലയിലാണ് ഇതാ തലയിലുണ്ട് നിറച്ച് തലയിലുണ്ടോ ഇവിടൊക്കെ തലയിലാക്കി വെച്ചത്. ഇത് കാശിക്കാക്ക് മെയിലാഞ്ചി തന്നതാട്ടോ. ചോത്തിയില്ല അത് എവിടെ കാണുന്നുണ്ടോ? ചോക്കാത്തൊരു മൈലാഞ്ചി കൈ കാണിക്കാൻ പറ്റൂല കാരണം നല്ല യൂണിഫോമിലാണ്. ഇതൊക്കെ സാധനം തീർന്ന് നിങ്ങൾ ഫസ്റ്റിൽ വീഡിയോയിലുണ്ട് സാധനം എന്താന്നുള്ളത്. നിങ്ങൾ തീർന്നപ്പോ വന്നിട്ട് കാര്യമില്ലല്ലോ. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. ഞാൻ അമ്മേന്റെ അടുത്തേക്ക് പോയതായിരുന്നു കൊലായിലേക്ക്. അന്നപ്പോ ഒന്ന് കരിഞ്ഞു പോയതാ. വേറെ കുഴപ്പമൊന്നുമില്ല. സാധനം കരിഞ്ഞ ഭാഗം. അപ്പൊ ഭക്ഷണം വെച്ചിട്ട് സൂര്യനാരായണ അപ്പൊ വല്ല എല്ലാരും ഫുഡൊക്കെ കഴിച്ചിക്കണ്. ഇനി വല്ലൊന്ന് പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാൻ. അല്ല കാക്കോ? നമ്മള് പോണില്ല. എന്താ വർത്താന കാക്കോ നിങ്ങൾ അറിയണേ? അല്ല പോവൂ. അല്ലെ നമ്മള് പോയില്ലേ? അതെ. അപ്പൊ ഗൈസ് നമ്മളിന്ന് എങ്ങോട്ടാ പോണേ? പെരുന്നാള് കഴിഞ്ഞ പിറ്റേത്തെ ദിവസമാണ് 3 ദിവസത്തെ വ്ളോഗാട്ടോ. ഒരു വ്ളോഗില് ഞങ്ങള് ചേർത്തുന്ന ഏതെങ്കിലും ബ്ലോഗർമാരെ അങ്ങനെ കണ്ടുകിടോ? അതായത് ഒന്നായിട്ട് ഒരൊറ്റ വ്ളോഗില്. അതിപ്പോ നമ്മൾ എങ്ങോട്ടാ പോണേ? മിയക്ക് ഒരേ നിർബന്ധം ഗൈസ്. ക്യാമറയിൽ ഞാൻ നിങ്ങളെല്ലാം എടുക്കുന്നേ. നിങ്ങളെല്ലാം എടുക്കുന്നേ. ക്യാമറയിലേക്ക് നോക്കൂ ഗൈസ്. അതായത് പർസുവിന്റെ മുഖത്ത് എത്ര കളറുകൾ കാണുന്നുണ്ട്. ഇതിന്റെ പിമ്പിൾസ് ആണ്. അത് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിട്ട് ഇത്തിരി ഇവിടെ ലിപ്സ്റ്റിക് ഇട്ട് തേച്ചത്. അതിനാണ് ഇപ്പൊ പറയുന്നത്. ആരെങ്കിലും ഞങ്ങൾ അന്തരോധിക്കും തേച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഓളൊന്നും ഉണ്ടായാരായിട്ടാ തേച്ചി ലാൻസിലെയൊക്കെ വെട്ടി തെളിഞ്ഞ. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? അല്ലെങ്കിൽ തന്നെ വീട് പറയൂ. അപ്പൊ നിങ്ങളിങ്ങനെ പറയാൻ വേണ്ടി ഇട്ട് കൊടുക്കാണോ? അപ്പൊ ഞാൻ എവിടെയല്ല പറഞ്ഞേ, നമ്മള് മിയക്ക് പെരുന്നാള് കഴിഞ്ഞപ്പോ എവിടെങ്കിലും പോണെന്ന് ഒരേ നിർബന്ധം. അപ്പൊ നമ്മൾ എല്ലാരും കൂടി എങ്ങോട്ടാ പോണേ മിയ? അങ്ങനൊന്നുമില്ല, ഞങ്ങള് അങ്ങനെയായിട്ട് പോകുന്നേ. എസിലി എന്തൊക്കോ വിളിച്ച് പറയണ്ട. എസിലിയെ പഴം തിന്നാ ഓള് ക്ഷീണത്തിലാണ് ഗൈസ്. പൻസ് എവിടെ? പൻസിനെ കാണേ ഇല്ലല്ലോ. അതാ. അപ്പൊ ഞങ്ങള് കക്കയം പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇസോ കൈ എടുക്ക. ഇസോ എടുക്കണോ കൈ? അങ്ങനെ നമ്മളിവിടെ തോണിക്കട വെത്തിട്ടോ. എന്തോരം മനുഷ്യന്മാർ അങ്ങോട്ട് വരണ്ടില്ല തന്നെ ആയിപ്പോയി. ആഹാ, ഇവിടെ ഫുള്ള് ആൾക്കാര്. അപ്പൊ ഇങ്ങോട്ടേക്കൊക്കെ ഇപ്പൊ വെക്കേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കും. അപ്പൊ ഇതിലും ഓവറായിരിക്കും കേട്ടോ ഇവിടെ ഇനി ഉണ്ടാവുക തിരക്കും കാര്യങ്ങളൊക്കെ. മനസ്സിലായി എങ്ങനെയുണ്ട്? അതല്ല വിറ്റ് ആയിസമ്മ ഇവിടെ വന്ന് വൈമന്ന് നടക്കാനാവില്ല പറഞ്ഞ് തിരിച്ചു പോണോ? അനസയിലോ ഒന്ന് പോകാൻ തോന്നുമ്പോഴത്തേക്ക് കാറിൽ കയറിയാൽ കുത്തിയിരുന്നാല. നിങ്ങൾ എന്താ അൻസിനെ ഇതിലോട് വിടൂല? നമ്മക്ക് പിന്നെ ഒരു ലൈസിന്റെ കണ്ടം കിട്ടിയാൽ മതി. ഐസ് ഇവിടെ എടോ ഉണ്ട് കൂട്ടത്തിലെടോ. വരൂ വാ. ഏതായാലും എടുത്തിട്ട് വന്നില്ലാണ്ട് ഫോട്ടോ എടുത്ത് മുതലാക്കണം. എസിലിക്ക് ഒരു വാവന വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിച്ചില്ലാണ്. ഇവിടെ എവിടെ വാവന കാണുന്നുണ്ട് അതൊക്കെ പോയിട്ട് എനിക്ക് തരുമോ വാവന. ഒക്കെ പതാ പണി. ഇങ്ങോട്ട് വരാൻ. ഇപ്പൊ ഗൈസ് ഇവിടെ നിറച്ച ആൾക്കാരാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞിക്കാണ്. ഞങ്ങളൊക്കെ എല്ലാവരും